ജില്ലയിൽ 20 വർഷമായി സ്വന്തമായ ഒരു MLA ഇല്ല എന്ന ക്ഷീണം കോൺഗ്രസിനുണ്ട്. 2006 മുതൽ ഇങ്ങോട്ട് 4 നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് വട്ടപൂജ്യമാണ്. മുന്നണിയെ കാത്തതാകട്ടെ ലീഗും. 2006-ൽ കോൺഗ്രസിലെ കോഴിക്കോട് 12 നിയമസഭാ സീറ്റുകളിൽ 11 സീറ്റിലും ഇടതുപക്ഷം വിജയം നേടിയപ്പോൾ കുന്നമംഗലം മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി ലീഗ് പിന്തുണയോടെ ജയിച്ച UC രാമന് മാത്രമാണ് വിജയം നേടാനായത്. 2011-ൽ 13 നിയമസഭാ സീറ്റുകളിൽ 10ലും LDF വിജയിച്ചപ്പോൾ UDF നേടിയ 3 സീറ്റിലും വിജയിച്ചത് ലീഗ് സ്ഥാനാർത്ഥികളായിരുന്നു. തിരുവമ്പാടിയിൽ നിന്നും മൊയിൻകുട്ടിയും കോഴിക്കോട് സൗത്തിൽ നിന്നും MK മുനീറും കൊടുവള്ളിയിൽ നിന്നും VM ഉമ്മറുമാണ് UDF പ്രതിനിധികളായി നിയമസഭയിൽ എത്തിയത്. 2016-ൽ 13 സീറ്റുകളിൽ 12 സീറ്റും LDF വിജയിച്ചപ്പോൾ UDF വിജയിച്ച 2 സീറ്റുകൾ മാത്രമായിരുന്നു. കുറ്റ്യാടിയിൽ പാറക്കൽ അബ്ദുള്ളയും കോഴിക്കോട് സൗത്ത് MK മുനീറും. ഏറ്റവും അവസാനം നടന്ന തിരഞ്ഞെടുപ്പിൽ 2011-ൽ UDF കോഴിക്കോട് ജില്ലയിൽ 2 സീറ്റുകളിലേക്ക് ഒതുങ്ങി. വടകരയിൽ RMP സ്ഥാനാർത്ഥി KK രമയും കോഴിക്കോട് സൗത്തിൽ നിന്നും മാറിയ MK മുനീർ കൊടുവള്ളിയിലും വിജയിച്ചു. MK മുനീർ മാറിയ കോഴിക്കോട് സൗത്തിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ UDF പരാജയപ്പെടുകയാണ് ഉണ്ടായത്. 2001-ലെ തിരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ജില്ലയിൽ UDF-ന് 6 സീറ്റുകളിൽ വിജയിക്കാനായപ്പോൾ 2 സീറ്റുകൾ വിജയിച്ചത് കോൺഗ്രസ് സ്ഥാനാർത്ഥികളായിരുന്നു എന്നൊഴിച്ചാൽ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ഒന്നും കോൺഗ്രസിന് ആശ്വസിക്കാൻ വകയുണ്ടായിട്ടില്ല. ഇതിനിപ്പോൾ കോൺഗ്രസിന്റെ പക്കൽ മണ്ഡലങ്ങൾ ഒരു പരിഹാരമുള്ളത് ലീഗ് നിലവിൽ മത്സരിക്കുന്ന ചില സീറ്റുകൾ ഏറ്റെടുത്ത് മത്സരിച്ച് വിജയിക്കുക എന്നതാണ്. നിലവിൽ മുസ്ലിം ലീഗ് മത്സരിച്ചു വരുന്ന തിരുവമ്പാടി കോൺഗ്രസ് ഏറ്റെടുത്ത് മത്സരിച്ചാൽ വിജയിക്കാൻ ആകുമെന്നാണ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. 2016-ൽ ലീഗ് സ്ഥാനാർത്ഥി VM ഉമ്മർ മാസ്റ്ററിനെ പരാജയപ്പെടുത്തി CPM-ലെ ജോർജ് M തോമസ് പിടിച്ചെടുത്ത മണ്ഡലമാണ് തിരുവമ്പാടി. 2021-ലും ലീഗിന് മണ്ഡലത്തിൽ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. CP ചെറിയ മുഹമ്മദിനെ തോൽപ്പിച്ച CPM-ലെ ലിൻഡോ ജോസഫാണ് തിരുവമ്പാടിയിൽ നിന്നും നിയമസഭയിൽ എത്തിയത്. തുടർച്ചയായി 2 വട്ടം ലീഗ് തോറ്റ മണ്ഡലം ഏറ്റെടുക്കുന്നത് ഗുണകരമാകുമെന്ന ശുഭപ്രതീക്ഷയിലാണ് കോൺഗ്രസ്. ഹൈന്ദവ വിഭാഗത്തിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ വിജയം ഉറപ്പാകുമെന്നാണ് കണക്കുകൂട്ടൽ. കഴിഞ്ഞ തവണ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന ആവശ്യം കത്തോലിക്ക സഭ നേതൃത്വം പോലും മുന്നോട്ട് വെച്ചിരുന്നു. ലീഗ് അതിന് വഴങ്ങിയിരുന്നില്ല. ലീഗിന് നൽകിയ മറ്റൊരു മണ്ഡലമായിരുന്നു പേരാമ്പ്ര. ലീഗ് സ്ഥാനാർത്ഥിയായി CH ഇബ്രാഹിംകുട്ടി മത്സരിച്ചിട്ടും ഇടത് സ്ഥാനാർത്ഥി TP രാമകൃഷ്ണനോട് 22,592 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തു. ഈ സീറ്റ് ലീഗിൽ നിന്നും തിരിച്ചുവാങ്ങി കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള പുതിയ പരീക്ഷണത്തിലാണ്. കൊയിലാണ്ടി മണ്ഡലത്തിലേക്ക് വരുമ്പോൾ മുൻ KSU സംസ്ഥാന പ്രസിഡന്റും നിലവിലെ NSUI ദേശീയ ജനറൽ സെക്രട്ടറിയുമായ KM അഭിജിത്തിന്റെ പേരാണ് കോൺഗ്രസ് നേതാക്കളുടെ മനസ്സിലുള്ളത്. KM അഭിജിത്ത് A ഗ്രൂപ്പ് വിഭാഗക്കാരനാണ്. കഴിഞ്ഞ യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിലും സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരു ഘട്ടത്തിൽ അഭിജിത്തിനെ പരിഗണിച്ചിരുന്നു. പിന്നീട് NSUI ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് തന്നെ തൽക്കാലം തുടരുക എന്ന നിർദ്ദേശമാണ് അഭിജിത്തിന് ഗ്രൂപ്പ് നൽകിയത്. അടുത്ത യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിൽ അഭിജിത്തിനെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്നായിരുന്നു അന്നത്തെ A ഗ്രൂപ്പിലെ ധാരണ. അധ്യക്ഷ പദവിയിലേക്ക് A ഗ്രൂപ്പ് സജീവമായി പരിഗണിച്ചിരുന്നത് തിരുവനന്തപുരത്ത് നിന്നുള്ള JS അഖിലിനെയായിരുന്നു. അഖിലിനെ നോമിനിയാക്കിയിരുന്നു A ഗ്രൂപ്പിലെ ഒരു വിഭാഗം നേതാക്കൾക്ക് താല്പര്യം. എന്നാൽ രാഹുലിനു വേണ്ടി ഷാഫി പറമ്പിൽ കടുംപിടുത്തം പിടിച്ചതോടെയാണ് ഗ്രൂപ്പ് നേതൃത്വം ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറിയത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം കയ്യെത്താ ദൂരത്ത് നഷ്ടപ്പെട്ടതോടെ MLA സ്ഥാനാർത്ഥിത്വം അഭിജിത്തിന് നിർബന്ധമായും നൽകണമെന്ന് A ഗ്രൂപ്പ് നേതൃത്വം ആവശ്യപ്പെടുന്നുണ്ട്. KSU സംസ്ഥാന പ്രസിഡന്റായിരിക്കെ സംഘടനയ്ക്ക് നടത്തുവാനായ മുന്നേറ്റങ്ങളാണ് അഭിജിത്തിന് കൂടുതൽ സാധ്യതകൾ നൽകുന്നത്. രാഷ്ട്രീയ വിഷയങ്ങളിലെ ക്രിയാത്മക ഇടപെടലുകളും സമരരംഗങ്ങളിലെ സജീവതയും അഭിജിത്തിന് മുതൽക്കൂട്ടാണ്. KSU പ്രസിഡന്റായിരിക്കെ സംസ്ഥാനത്തൊട്ടാകെ ആഴത്തിലുള്ള ബന്ധങ്ങൾ അഭിജിത്തിനുണ്ടായിരുന്നു. പൊതുവെ എല്ലാവർക്കും സ്വീകാര്യമാകുന്ന പെരുമാറ്റമാണ് KM അഭിജിത്തിൻ്റെത്. ഈ ജില്ലയിലെ മറ്റു മണ്ഡലങ്ങളിലും പാർട്ടിക്ക് ഉള്ളിലും പുറത്തു നിൽക്കുന്ന പരമാവധി ജനസമ്മതിയുള്ള നേതാക്കളെ തിരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറക്കുവാനാണ് കോഴിക്കോട്ടെ കോൺഗ്രസിന്റെ ആലോചനയിൽ.